ഹലോ. അപ്പൊ നമ്മുടെ വണ്ടി വന്ന് കിടപ്പുണ്ട്. നമ്മളിനി അടുത്ത കമ്പാർട്ട്മെന്റിലാണ് നമ്മുടെ സീറ്റ് കേട്ടോ. അപ്പൊ നമ്മളെല്ലാരും അങ്ങോട്ട് നടന്നോണ്ടിരിക്കുവാ. അപ്പൊ ഏകദേശം ഇപ്പൊ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞ് കാണുമായിരിക്കും. നമ്മള് 8 മണിക്ക് മുന്നേയായിട്ട് നമ്മള് എറണാകുളത്ത് എത്തിയായിരുന്നു. ദേ 28 കേട്ടോ. 8 അപ്പൊ. അപ്പൊ നമ്മള് സീറ്റ് കണ്ടുപിടിക്കണം. ദേ അമ്മ കേറി വണ്ടിയില്. അങ്ങനെ നമ്മുടെ സീറ്റൊക്കെ നമ്മള് കണ്ടുപിടിച്ചു. ദേ അണ്ണൻ ഞങ്ങക്ക് ബെർത്തൊക്കെ സെറ്റാക്കി തരുവാ ട്ടോ. നമ്മളിനി കിടന്നാ മതി. നമ്മള് നേരത്തെ പറഞ്ഞില്ലേ നമ്മള് പാസഞ്ചറിൽ വെച്ച് നമ്മള് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഇനി വണ്ടി കയറി നേരെ കിടന്നാ മതിയായിരുന്നു. അപ്പൊ ഇനി വീട്ടിലേക്ക് വിളിക്കണം. ബിനീഷ് വിളിച്ച് പറയണം നമ്മൾ വണ്ടി കയറിയെന്ന്. അപ്പൊ ദേ അമ്മ വിളിച്ചോണ്ടിരിക്കുവാണ്. ജാനിക്കുഞ്ഞ് ദേ ബെഡും സീറ്റൊക്കെ കിട്ടിയ ഒരു സന്തോഷത്തിലാണ്. കേറി ഇരിപ്പുണ്ട് സീറ്റ്. എന്റെ ബെഡാന്നൊക്കെ പറഞ്ഞ് കേറി ഇരിപ്പുണ്ട് കേട്ടോ. ഇനി ബെഡ്ഷീറ്റും പുതപ്പും അതൊക്കെ എടുക്കണേ. അതൊരു ചടങ്ങാ. ഇനി ബാഗിൽ നിന്ന് എല്ലാം വലിച്ചൂരി എടുക്കണം. അപ്പൊ നമ്മള് പില്ലോ കവറൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ ഇങ്ങനെ പില്ലോയൊക്കെ നമ്മളിങ്ങനെ ഊതി ഉറപ്പിക്കുന്ന കിട്ടും. പക്ഷെ നമ്മളതൊന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് പില്ലോ കവർ എടുത്തിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ടുള്ള ജാനിക്കുഞ്ഞിന്റെയും അതികുഞ്ഞിന്റെ ഒക്കെ ഈ വേസ്റ്റ് ഈ ബ്ലാങ്കറ്റും മറ്റു തുണികളൊക്കെ ഉണ്ടല്ലോ, വേസ്റ്റ് തുണിയൊക്കെ. അപ്പൊ അതെല്ലാം നമ്മൾ അതില് കുത്തി നിറച്ച് ഒരു പില്ലോയാക്കി മാറ്റി കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അത് എടുത്തു. അപ്പൊ ദേ 4:45 ഈ ജാനിക്കുഞ്ഞ് നോക്കി എഴുന്നേറ്റ് ഇരിക്കുവാ. വെളുപ്പാങ്കാലം ആയപ്പോഴത്തേക്കും എന്താന്നറിയില്ല. രാവിലെ എണീറ്റ് ഇരിക്കുവാ കേട്ടോ. അങ്ങനെ ഞങ്ങള് ജനലിൽ കൂടെയൊക്കെ നോക്കിയപ്പോഴത്തേക്കും സൂര്യൻ ചേട്ടനൊക്കെ എണീറ്റ് വരുന്നേ ഉള്ളൂ. അപ്പൊ നൈസായിട്ട് ഞങ്ങള് കിടന്നുറങ്ങി. പിന്നെ എണീറ്റു. നോക്കിയപ്പോഴത്തേക്കും നേരം പരപരാ വെളുത്തു വരുന്നു. ദേ നെൽപ്പാടങ്ങളും തെങ്ങും തോട്ടങ്ങളും എല്ലാം കാണാൻ പറ്റും. നല്ല രസമുണ്ട് കേട്ടോ. ഈ കവികളൊക്കെ പാടുന്നത് ചുമ്മാതല്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോഴേ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഈ പശ്ചിമഘട്ട എനിക്ക് ശരിക്കും ഇഷ്ടമായിട്ട് ഈ പശ്ചിമഘട്ട ആ ഒരു ഏരിയയിലൊക്കെ പോകുന്നത്. ശരിക്കും നമ്മുടെ ഗുജറാത്ത് വരെയാണ് നമ്മുടെ പശ്ചിമഘട്ട. എങ്കിലും നമ്മൾ ഞങ്ങൾ കഴിഞ്ഞ തവണ പോയായിരുന്നു കേട്ടോ. അഹമ്മദാബാദിൽ ഞങ്ങൾ പോയപ്പോഴത്തേക്കും ഇതുപോലെ അത് ശരിക്കും ആസ്വദിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. നന്നായിട്ട് ആസ്വദിക്കാം. പക്ഷെ നമ്മളിപ്പോ ഗുജറാത്ത് വരെയൊന്നും പോകുന്നില്ല കേട്ടോ. നമ്മളിപ്പോ നമ്മുടെ അടുത്ത സ്റ്റേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതേ കണ്ടോ. ഇപ്പൊ നേരത്തെ മഞ്ഞപ്പട്ടാണെങ്കിൽ ഇപ്പൊ ദേ ഉണങ്ങി ചുക്കിച്ചുളിഞ്ഞ പോലെ കാണുന്നില്ലേ. ഇതിപ്പോ എടുക്കാറായി തോന്നുന്നു. നെൽപ്പാടങ്ങളും തെങ്ങും തോപ്പുകളും എല്ലാം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടാലും കണ്ടാലും കൊതി തീരുമല്ലോ. പിന്നെ എപ്പോഴും ട്രെയിനിൽ പോകുന്നവർക്ക് അതൊന്നും പുത്തരിയല്ല കേട്ടോ. പക്ഷെ നമുക്കൊരു ഇത് ഹരാണ് ഇതൊക്കെ. അപ്പൊ ദേ ഞങ്ങള് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ സ്പോട്ട് പറഞ്ഞില്ലല്ലോ, നമുക്ക് കൊല്ലൂർക്കാണ് കേട്ടോ പോകേണ്ടത്. അപ്പൊ നമ്മുടെ കൊല്ലൂരിൽ ഇപ്പൊ ബൈൻഡൂരിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ട്രെയിൻ ഇറങ്ങിയത് ബൈൻഡൂരിലാണ്. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇതേ ഓഖ നൈസായിട്ട് മൂവ് ചെയ്തോണ്ടിരിക്കുവാണ്. നമ്മളപ്പോ ഓഖയ്ക്ക് ഓക്കെയും ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്ത് ഞങ്ങള് പോകുന്നു കേട്ടോ. അങ്ങനെ ദേ ഇവിടെ റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ റെയിൽവേ സ്റ്റേഷനിൽ. അങ്ങനെ ദേ നമ്മൾ അങ്ങോട്ടൊന്നും കയറുന്നില്ല. നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കത്തുള്ളൂ. ഇവിടുന്ന് നമ്മൾ ഇനി ഇറങ്ങി ടാക്സി പിടിക്കേണ്ടി വരും. അത്രയും നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വരെ 3/4 മണിക്കൂറത്തെ ഓട്ടോ ഉണ്ടെന്നാണ് സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. അപ്പൊ ഇനി ടാക്സി പിടിക്കണം. ഇനി അവിടെ ചെന്ന് ഫ്രഷ് ആയിട്ടൊക്കെ കാണാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സി യു.